മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി രുചിയിലുള്ള ഒരു മസാല പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പുട്ടാകുമ്പോൾ നമുക്ക് കറിയോ പഴവോ അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം മതി. ഇതും ചായയും കൂടെ കൂട്ടി നമുക്ക് നല്ലപോലെ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതാ ഞാനൊരു ഉരുളി എടുത്ത് അതിലേക്ക് ഉപ്പ് നീര് ആവശ്യത്തിനുള്ള ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നമ്മുടെ ഡബിൾ ബോഡ്സിൻ്റെ പുട്ടുപൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ പുട്ടുപൊടിക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വെള്ളം ഒന്ന് കൂടിപ്പോയാലും ജസ്റ്റ് ഒന്ന് കൂടിപ്പോയാൽ തന്നെയും ഒരു 10 മിനിറ്റ് ഈ മാവ് നമ്മളൊന്ന് കുഴച്ച് മാറ്റി വെച്ചാൽ ആ വെള്ളമെല്ലാം ഇത് ഒബ്സർവ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പഴയതുപോലെ മാവ് നല്ല പരുവത്തിന് കിട്ടും. അതുകൊണ്ടാണ് ഈ പുട്ടുപൊടിക്ക് ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞേ. നല്ല പുട്ടുപൊടി, അതുപോലെ പുട്ട് നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും ഈ പുട്ടുപൊടിയും പിന്നെ എന്താ പറയുക അപ്പപ്പൊടിയൊക്കെ ഞാൻ മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം, കട്ടയില്ലാതെ അടച്ച് വെച്ചതിന് ശേഷം ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാനടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഞാൻ ഇവിടെ ഏകദേശം 1.5 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഒഴിക്കണം, നെയ്യ് തന്നെ വേണമെന്നില്ല, പക്ഷേ നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പുട്ട് ഇപ്പോൾ കുറച്ച് സമയം ഇരുന്നാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇച്ചിരി ബാലൻസ് വന്ന് വെച്ചിരുന്നാലും ഡ്രൈ ആയി പോകത്തില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് തന്നെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്തതിന് ശേഷം ഒരു സവാള അരിഞ്ഞത്. ഇതൊക്കെ ആൾ കൂടുതലുള്ളവർ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാ അതിലേക്ക് ഞാൻ സവാളയ്ക്കാം ഈ നമ്മൾ വെജിറ്റബിൾ എടുത്ത് വെച്ചതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നീരും കൂടെ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണ്ട. അതിലേക്ക് ഞാനൊരു വലിയ ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക്, ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലാം ഇതിലെല്ലാം ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ ഇത്രയും മതിയാവും. ഞാനിനി ഒരു തക്കാളി, ഈ വെജിറ്റബിളൊക്കെ എടുക്കുന്ന അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ബീൻസ് ഇടുന്നവർക്ക് ബീൻസ് ഇടാം, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ചേർക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അത് ചേർക്കാം. ഇങ്ങനെ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ തക്കാളി ഇട്ടതിന് ശേഷം ഞാനിവിടെ 1 ടീസ്പൂണോളം ചതച്ച മുളക് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി കിട്ടിയാൽ മതി, ഒരുപാട് വെന്ത് കുഴയണ്ട തക്കാളിയൊക്കെ. അപ്പം അതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല, അതൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മാവിലിട്ട് കൊടുത്ത് മാവൊന്ന് കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ വഴറ്റി വെച്ചിരുന്ന കൂട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റും നല്ല മണവും കേട്ടോ. അതുപോലെ തന്നെ പുട്ട് നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത്, ഡ്രൈ ആവത്തില്ല ഇങ്ങനെ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ, നല്ല പരുവത്തിന് മാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇടുക. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ പുതിയതായിട്ടെന്ന് വെച്ചാൽ ഒട്ടും പാചകം അറിയാത്ത മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു കൈപ്പിടി മാവിട്ടതിന് ആദ്യം തേങ്ങ ഇടുക, അതിനുശേഷം മാവ്, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ മാവ്, അങ്ങനെയാണ് നമ്മൾ ഈ പുട്ടുകുറ്റി നിറയ്ക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ അവരവരുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. തേങ്ങ ശരീരത്തിന് ഏറ്റവും നല്ല നമ്മുടെ എന്താ പറയുക തേങ്ങയൊക്കെ. അപ്പോൾ നമ്മളത് ഒത്തിരി വേവിച്ചെടുക്കുമ്പോഴതെല്ലാം വിഷാംശമായി പോകുന്നത്, ഒത്തിരി അരച്ചത് ഒത്തിരി തിളപ്പിച്ച് അങ്ങനെ എടുക്കുമ്പോഴാണ്. അപ്പോൾ പച്ചത്തേങ്ങയൊക്കെ ശരീരത്തിന് ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ അതാ ആവശ്യത്തിന് ഇങ്ങനെ മാവ് നിറച്ച് നമുക്കിനി ഇതൊരു 8-10 മിനിറ്റോളം നമുക്കൊന്ന് ആവി കയറ്റി എടുക്കണം. നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇതിന് പ്രത്യേക സമയം പറയാൻ പറ്റത്തില്ല, നമുക്കറിയാമല്ലോ ഒരു പരുവം, ആ പരുവം വരെ വയ്ക്കാം. ഇപ്പം നമ്മുടെ പുട്ടുകുറ്റി ആവി നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുട്ടെടുത്ത് മാറ്റാം. നല്ല അടിപൊളിയായിട്ടുള്ള മസാല പുട്ട് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു കട്ടൻ ചായ മാത്രം മതി കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ കടലക്കറിയോ കിഴങ്ങറിയോ ഇങ്ങനെയൊക്കെ വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി സമയം എടുക്കും. ഇത് എളുപ്പത്തിൽ തീരും കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഞാൻ ബാക്കി മാവുമെല്ലാം അതുപോലെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. ബായ്.